നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കുവൈത്തിൽ അടുത്ത ദിവസങ്ങളിൽ മിന്നലോടുകൂടിയ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉച്ചവരെ മിക്കയിടങ്ങളിലും മഴ അനുഭവപ്പെട്ടു. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നേരത്തെ തന്നെ മഴ പെയ്തേക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു. ശനിയാഴ്ച രാവിലെ ആകാശം മൂടിക്കെട്ടിയ നിലയിലായിരുന്നു. വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട്. രാത്രി താപനില 10 ഡിഗ്രി സെൽഷ്യസിന് താഴെ എത്തി. അതുപോലെ രാജ്യത്ത് കുറഞ്ഞ താപനില വരും ദിവസങ്ങളിൽ തുടരുന്നതാണ്. രാജ്യത്ത് വരും ദിവസങ്ങളിൽ അസ്ഥിരമായ കാലാവസ്ഥ തുടരാമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ തണുപ്പ് കൂടുന്നതിനാൽ ചൂട് പകരുന്ന വസ്ത്രങ്ങളാണ് ധരിക്കേണ്ടതെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ പരമാവധി താപനില 24 ഡിഗ്രി സെൽഷ്യസ് ആകും. കുറഞ്ഞ താപനില 11 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി. മൂടൽ മഞ്ഞും മഴയും ദൂരക്കാഴ്ച കുറയ്ക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണം. വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധ പുലർത്തുകയും വേണം. എന്തെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ 112 എന്ന നമ്പറിൽ വിളിക്കാൻ മന്ത്രാലയം പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അധികൃതരുടെ ഈ മുന്നറിയിപ്പ് പ്രവാസികൾ ശ്രദ്ധിക്കുക. അതേസമയം റൺവേക്ക് സമീപം പക്ഷികളുടെ സാന്നിധ്യം അനുഭവപ്പെട്ടതിനാൽ കുവൈറ്റിൽ വിമാനങ്ങൾ വൈകി. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ചില വിമാനങ്ങൾ ശനിയാഴ്ച നേരം വൈകിയാണ് പുറപ്പെട്ടത്. വിമാനങ്ങൾ ഇറങ്ങുന്നതും പുറപ്പെടുന്നതും എല്ലാം കാലതാമസം നേരിട്ടു. യാത്രക്കാരുടെ സുരക്ഷ കണക്കിലെടുത്ത് ശക്തമായ നടപടികളാണ് സ്വീകരിക്കുന്നത് എന്ന് ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് സിവിൽ ഏവിയേഷൻ വക്താവ് അബ്ദുള്ള അൽ രാജി പറഞ്ഞു. വിമാനത്തെ ബാധിക്കുന്ന അപകടങ്ങളിൽ നിന്ന് യാത്രക്കാരെ രക്ഷിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ തയ്യാറാണ്. വ്യോമസുരക്ഷാ നടപടിക്രമങ്ങൾ അനുസരിച്ച് മാത്രമേ ഞങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയുള്ളൂ. യാത്രക്കാരെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് ക്രമീകരണങ്ങൾ ഒരുക്കുന്നത്. മുൻകരുതൽ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായാണ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുള്ളത്. പിന്നീട് നടപടികൾ ഉറപ്പാക്കിയ ശേഷമാണ് റൺവേ തുറന്നതെന്നും അൽ രാജി പറഞ്ഞു. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടി തങ്ങളോട് സഹകരിച്ച എല്ലാവരോടും അദ്ദേഹം നന്ദി അറിയിക്കുകയുണ്ടായി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.